Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuyassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. So in the last class we studied the problems based on addition and subtraction of new numbers, isn't it? I hope you watched the video and you understand everything. Today we are going to study a multiplication of new numbers. അപ്പോൾ റൂട്ട് വരുന്ന നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ ന്യൂ നമ്പേഴ്സിൽ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ റൂട്ട് വരുന്ന നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷനകത്ത് റൂട്ട് നമ്പേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ എങ്ങനെ അതിൻ്റെ സൊല്യൂഷനിലോട്ട് എത്തിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫോർ ദാറ്റ് വി ഹാവ് വൺ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് റൂട്ട് എക്സ് ഇൻറ്റു root x into root y. Root x into root y is equal to root xy for all positive numbers x and y. അതായത് നമ്മളിപ്പോൾ ഒരു ഓൾജിബ്രിക് ഫോമിൽ ആ ഒരു മൾട്ടിപ്ലിക്കേഷനെ പറയുന്നതാണിത്. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ, ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് അല്ല, ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. അതായത് എക്സും വൈയും എന്തായിരിക്കണം? പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം. വി നോ ദാറ്റ് പോസിറ്റീവ് നമ്പേഴ്സ് ആർ 1 2 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ എക്സും വൈയും രണ്ട് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് റൂട്ട് എക്സിൻ്റെ റൂട്ട് വൈയുടെയും പ്രോഡക്റ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? റൂട്ട് എക്സും റൂട്ട് വൈയും വരുവാണെങ്കിൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും കൂടെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. വി വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് എന്തിനൊക്കെ വി ക്യാൻ യൂസ് ഇറ്റ് ടു സിംപ്ലിഫൈ certain square roots. ചില സ്ക്വയർ റൂട്ട്സ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് റൂട്ട് 50. ഇപ്പോൾ റൂട്ട് 50 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ, റൂട്ട് 50 എന്ന് പറയുന്ന ആ സ്ക്വയർ റൂട്ടിനെ നമുക്ക് എന്താണ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ചെറുത് ആക്കി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ റൂട്ട് 50നെ ഏതിൻ്റെയൊക്കെ പ്രോഡക്റ്റ്സ് ആയിട്ട് എഴുതാം? റൂട്ട് 50നെ നമുക്ക് 25 റൂട്ട് ഓഫ് 25 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ, നമ്മളിത് ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പം റൂട്ട് 50 എന്ന് പറയുന്ന നമ്പറിന് റൂട്ട് ഓഫ് 25 ഇൻറ്റു 2 എന്ന് നമുക്ക് എഴുതാം. ദെൻ വി ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ഇൻറ്റു റൂട്ട് 25 ഇൻറ്റു റൂട്ട് 2. Square root of 25 into square root of 2. And we know that square root of 25 is 5. And square root of അതേപോലെ തന്നെ എഴുതിയാൽ മതി. So root 5 square root of 25 is 5 into root 2 we can write it as 5 root 2. അപ്പോൾ ഇതിനെ റൂട്ട് 50 എന്ന് പറയുന്നതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഷോർട്ട് ഫോമിലോട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ടിനെ കൊണ്ടുവന്നു. സോ ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് വൈ ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. ഓക്കെ, then you have some activities in page number 57 and 58 based on this multiplication. Oh, okay. So first question, of four equal equilateral triangles, two cut vertically into halves and two whole are put together to make a rectangle. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഫിഗർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇഫ് എ സൈഡ് ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 1 meter, വാട്ട് ഈസ് ദ ഏരിയ ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ? അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ? ഓഫ് 4 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഈക്വൽ ആയിട്ടുള്ള 4 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ 2 ഹാഫ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. 2 ഹാഫ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഫസ്റ്റ് അവർ പറയുന്നു 4 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ്, അതിനെ രണ്ടെണ്ണത്തിന് എന്താണ് 2 ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു.
So of that 2 is cut into 2 halves vertically and 2 whole part are put together to make a rectangle. അപ്പോൾ ഈ രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ കട്ട് ചെയ്ത് അത് 2 halves ആക്കി രണ്ടാക്കി. അപ്പോൾ അത് 4 small halves ആയി മാറി. Then 2 more equilateral triangles are here. ഇനി ഈ ഇത്രയും equilateral triangle put connect ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കണം? We have to make a rectangle. ഒരു rectangle ആക്കി എടുക്കണം. So അപ്പോൾ നമുക്ക് ആ റെക്റ്റാങ്കിളിൻ്റെ എന്നിട്ട് അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും നമുക്ക് ഫൈൻഡ് ചെയ്യണം. For finding that, they given as that one side of equilateral triangle is 1 meter. അപ്പോൾ equilateral triangleൻ്റെ ഒരു സൈഡ് 1 meter എന്ന് തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം 1 meter വരും. ആൻഡ് ഇത് നമുക്ക് 2 halves ആക്കിയപ്പോഴത്തേക്കും താഴത്തെ 1 meter സെപ്പറേറ്റ് ചെയ്ത് എന്തായി മാറി? half each. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇനി കണക്ട് ചെയ്ത് എന്താക്കുന്നത്? വി ഹാവ് ടു മേക്ക് ഇറ്റ് ആസ് എ റെക്റ്റാങ്കിൾ. സോ ആൻഡ് ലിസൺ ഹിയർ, രണ്ട് റെക്റ്റാങ്കിൾ, രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ചെയ്യാത്ത രണ്ട് പീസ് ഇവിടെ. അപ്പം ഇതിൻ്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? 1 meter ഈച്ച്. ഓക്കെ, അത് നമുക്ക് മാർക്ക് ചെയ്യാം. ദെൻ വി ഹാവ് എന്താണ്? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ചെയ്ത് 2 half ആക്കിയതാണ്. ഇതും ഇതിൻ്റെ ഏത് വരും? നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ പോർഷൻ ഹാഫ് അല്ലേ? അപ്പം ഇതും ഈ പോർഷൻ ഹാഫ് വരുമ്പോൾ ഇതും ഹാഫാണ്. ദെൻ നമുക്ക് എന്താണ്? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതായത് ഈ ഒരു ഹാഫ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വി ക്യാൻ നെയിം ഇറ്റ് ആസ് ABC എന്ന് പറയുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ നടുക്കൂടെ കട്ട് ചെയ്തു. സോ ഇതും 1 meter ആവും. then what? this will become half. ഇനി കട്ട് ചെയ്ത് വെക്കുന്ന ഈ പോർഷൻ, ഈ കട്ട് ചെയ്ത ഈ പോർഷൻ എന്തായിട്ട് വരണം? ഇത് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട പോർഷനാണ് അല്ലേ? അപ്പോൾ ഇത് ഫൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ എന്തും കൂടെ കിട്ടും. വി വിൽ ഗെറ്റ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ അല്ലേ? ഇതിൻ്റെ ഒരു കട്ട് ചെയ്ത പോർഷൻ, ഈ ഒരു കട്ട് ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നതാണ്. അതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെയുണ്ട്. സോ ഇതിൻ്റെ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെയും അത് വരും, ഇവിടെയും അത് വരും. ഹിയർ ഓൾസോ ഇറ്റ് വിൽ കം. ഇനി നമുക്കതും ഫുള്ളും കൂടെ പിന്നെ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. സോ നമ്മൾ അതിൽ നിന്ന് ഈ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തു. ഇനി നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് AD. ഇതിന് നമ്മൾ D എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് AD കണ്ടുപിടിക്കാം. ഹൗ വിൽ യു ഫൈൻഡ് ദാറ്റ്? ഇൻ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നൊരു ട്രയാങ്കിളിനെ വി നോ ദാറ്റ് AB ഈസ് ഈക്വൽ ടു AC ഈസ് ഈക്വൽ ടു 1 meter. ഓക്കെ, and we can say that BD is equal to DC is equal to half 1/2 അല്ലേ? ഇത് ഹാഫ് വീതം വരും. സോ BD is equal to DC is equal to 1/2. then we have to find the value of AD. so using Pythagoras theorem, AD square is equal to AB square minus BD square. That is equal to 1 square minus 1/2 the whole square. That is equal to 1 minus 1/4. That is equal to 4 minus 1/4. That is equal to 3/4. And this is only AD. AD square is equal to 3/4. AD square is equal to 3/4. Then from that we can easily write AD is equal to root 3/4. That is root 3/4. That is root 3/2. Then we can write it as 1/2 into root 3.
ഓക്കെ 1/2 ഇൻറ്റു √3. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? വി ഗോട്ട് AD as 1/2 ഇൻറ്റു √3. Then what we have to find? Then we know that breadth of the rectangle is equal to 1 meter. So breadth of the rectangle 1 meter ആണ്. എങ്ങനെ 1 meter? Because breadth is the one side of this equilateral triangle. Equilateral triangle ഒരു സൈഡ് എന്ന് പറയുന്നത് 1 meter ആണ്. അപ്പോൾ breadth എന്താണ്? 1 meter ആണ്. Okay. Then length is equal to length നമുക്ക് √3/2 എന്നായിരുന്നു അത് കിട്ടിയിരുന്നത്. സോ ഇതും √3/2. This will also √3/2. This will also √3/2. So √3/2 plus √3/2, that is 1/2 1√3. So otherwise we can write it as √3. Alle? So we got length as √3 meter. Then what? Then we have to find the perimeter of the rectangle. Perimeter of the rectangle is equal to √3 plus 1 plus √3 plus 1. Perimeter of the rectangle, we know that perimeter of the rectangle is sum of all the sides of the rectangle. So ഈ rectangle breadth എന്ന് പറയുന്ന രണ്ടും 1 ആണ്. നമുക്ക് ലെങ്ത് രണ്ടും എന്ത് കിട്ടി? √3 വീതം കിട്ടി. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 plus 2 √3. That is 2 കോമൺ എടുക്കാം. 1 plus √3. 2 into 1 plus √3 is the perimeter of this rectangle. And then we have to find area of this rectangle. Area is equal to, area endana? √3 into length into breadth. √3 into 1, that is meter square. √3 meter square. So this is the first question. Then we are moving to the second question of this activity. What is the second question? A square and an equilateral triangle of sides twice as long are cut and the pieces are rearranged to form a trapezium as shown below. If a side of the square is 2 centimeter, what are the perimeter and area of the trapezium? So എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ, ഒരു സ്ക്വയറും തന്നിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ അളവിനേക്കാട്ടിലും ട്വൈസ് ലോങ് വരുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും തന്നിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് പീസാക്കി നമുക്ക് ഒരു ട്രപ്പീസിയം ആക്കി എടുക്കണം. ട്രപ്പീസിയം ആക്കി എടുത്തിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ട്രപ്പീസിയം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആ എന്താണ് സ്ക്വയറിനെ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞു. സോ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് ഇവിടുത്തെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ദെൻ വി ഹാവ് വൺ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിച്ച് ഹാവിങ് ദ ലെങ്ത് ട്വൈസ് ഓഫ് സ്ക്വയർ. ഫോർ ആണ്. അപ്പോൾ ഇതിൻ്റെ ട്വൈസ് ആകുമ്പോൾ അത് 4 ആവത്തില്ല. ദെൻ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും 2 2 ആയിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് വൺ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ആൻഡ് നമുക്ക് ഇതും യൂസ് ചെയ്ത് ഇവിടുത്തെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഇതും ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ
അപ്പോൾ നമുക്ക് ഇനി എന്താണ് ഇവിടെ വേണ്ടത്? ഇതൊക്കെ നമ്മൾ ഫിഗറിൽ നിന്നും മനസ്സിലാക്കി എഴുതിയതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ദിസ് സൈഡ്സും പിന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ കട്ട് ചെയ്ത് ഈ പോർഷനും ഫൈൻഡ് ചെയ്യണം. ദെൻ വി വിൽ ഗെറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. ഓക്കെ, സോ using Pythagoras theorem, 2 plus 2 square plus 2 square, that is 2 square is 4, 4 plus 4 8, 8 in the root എന്ന് പറയുന്നത് എന്ത് വരും? root of 8 is 2 root 2, and here 2 square plus 4 square, 4 square is 16 plus 4 root 20, root 20 വരുമ്പോഴത്തേക്ക് 2 root 3 എന്ന് പറയും, 2 root 3. സോ നമുക്ക് ഇത് 2 root 3 കിട്ടി, ഇത് 2 root 3 കിട്ടി, ഇവിടെ 2 root 2 ആൻഡ് ദിസ് ഈസ് 2 root 2. അപ്പോൾ എല്ലാ സൈഡ്സും കിട്ടി ട്രപ്പീസിയത്തിൻ്റെ. ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദ സൈഡ്സ്. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. 2 plus 2 root 3 plus 2 plus 2 root 2 plus 2 root 3 plus 2 root 2. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2 plus 2 4 പ്ലസ് റൂട്ട് 3യുടെ എത്ര എണ്ണം ഉണ്ട്? 1 2 അല്ലേ? അപ്പം 2 root 3 plus 2 root 3 4 root 3 and 2 root 2 plus 2 root 2 4 root 2 and എല്ലായിടത്തും 4 ഒരു കോമൺ ആയിട്ടില്ലേ? 4 നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 1 plus root 3 plus root 2. This is the perimeter of this trapezium. So we got the perimeter as 4 into 1 plus root 2 plus root 3. Okay, then we have to find the area of this trapezium. So area of the trapezium is equal to half of the sum of the parallel lines, half of the sum of the parallel sides into height. ഇതാണ് ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം? ഹാഫ് ഓഫ് ദ സം ഓഫ് ദ പാരലൽ ലൈൻസ് ഇൻറ്റു ഹൈറ്റ്. അതായത് എന്താണ് സം ഓഫ് ദ പാരലൽ ലൈൻസ്? ഇവിടുത്തെ പാരലൽ ലൈൻസ് ഏതൊക്കെയാണ്? these two lines and these two lines were the parallel lines. So half എടുക്കുമ്പോൾ that is 2 plus 2 root 3 plus 2 plus 2 root 3 divided by 2 into ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? This is the height of this trapezium, that is 2. Okay, and these two square will cancel, and what is the sum? 2 plus, that is 4 plus 4 root 3 എന്ന് കിട്ടും. Then we can take this 4 as common. 1 plus root 3. 1 plus root 3 area ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ദ ഏരിയ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു സ്ക്വയറും അതിൻ്റെ ട്വൈസ് ലോങ് വരുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും എടുത്തു. അതിനെ കട്ട് ചെയ്ത് പീസസ് ആക്കി നമുക്ക് വി ഹാവ് ടു മേക്ക് എ ട്രപ്പീസിയം മേക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ വി ഹാവ് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദിസ് ട്രപ്പീസിയം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസിങ് പൈതഗോറസ് തിയറം, എല്ലായിടത്തും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് അതിൻ്റെ അതർ സൈഡ് ഫൈൻഡ് ചെയ്യുന്നത്. ദെൻ അത് ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ എന്താണ് പെരിമീറ്റർ? വി നോ ദാറ്റ് പെരിമീറ്റർ ഓഫ് ദ ട്രപ്പീസിയം ഈ സം ഓഫ് ദ ഓൾ ദ സൈഡ്സ്. അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു ആഡ് ഓൾ ദ സൈഡ്സ്. ദെൻ വി വിൽ ഗെറ്റ് പെരിമീറ്റർ ആസ് 4 into 1 plus root 3 plus root 2. Okay, then the equation for finding the area of the trapezium is half of sum of the parallel line sides into height. അപ്പോൾ പാരലൽ ലൈൻസിൻ്റെ സം എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഹാഫ് എടുക്കുക. ദെൻ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദിസ് ട്രപ്പീസിയം ഈസ് 2. Then we got areas 4 into 1 plus root 3. So today we studied the topic that is multiplication, and we studied two activities based on multiplication topic, and 2 more activity we have in that section that we can do in the next class. Today's class is over. Assalamu alaikum.